വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ കഴിഞ്ഞ 4 വീക്കായിട്ട് മുകളിലോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ടൈം റെസിസ്റ്റൻസ് ഉണ്ട് മുകളിൽ, അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതിനെ നോക്കിയാൽ കാണാം, ഒരു ഇന്റേണൽ സ്ട്രക്ചർ തന്ന അല്ലെങ്കിൽ ഇന്റേണൽ ബ്രേക്ക്ഔട്ട് തന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു സപ്പോർട്ട് ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലി മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ വരച്ച സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ക്ലിയർ ആയിട്ട് ഇത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആയിരുന്നു. ആ ഏരിയനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് ലാസ്റ്റ് ഡേ, അതായത് ഫ്രൈഡേ, മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഓൾറെഡി ആ ഒരു ഇംബാലൻസ് എടുത്തതാണ്. നോക്കിയാൽ കാണാം, ഈ ഒരു ക്യാൻഡിൽ വന്ന് ഇംബാലൻസ് എടുത്താണ്. എന്നിരുന്നാലും അതിനെ ഒരു ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ താഴെ ഈ ഒരു ലൈൻ വരച്ച ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അത് ഓൾറെഡി വരച്ചത് കൊണ്ട് നമ്മൾ പിന്നെ വീണ്ടും വരയ്ക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഓൾ ടൈം ഹൈനെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ മാർക്കറ്റ് തന്നിരിക്കുന്നത്. ഓരോ തവണയും ബ്രേക്ക് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് തന്നു, സപ്പോർട്ട് എടുത്തു, വീണ്ടും അപ് ട്രെൻഡ് തന്നു, സപ്പോർട്ട് എടുത്തു. അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇവിടെയും ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇവിടെ നിന്ന്, അതായത് ഓൾ ടൈം ഹൈന്റെ തൊട്ടടുത്ത് വന്നിട്ട് മാർക്കറ്റ് കഴിഞ്ഞ 2 4 അവർ ക്യാൻഡിലുകൾ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, താഴോട്ടേക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അത് എവിടെ വരെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് 4 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. ഇത് 4 അവറിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വന്നാൽ, അതായത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഈ ഒരു ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്കോ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് അടുത്ത ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എനിവേ 4 അവറിൽ ഇങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. എനിവേ നമുക്ക് ഇനി 1 അവറിൽ പോയിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 അവറിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഈ ഒരു ലോയിനെ എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഒന്നല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതാണ് 1 അവറിന്റെ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ തരും. അങ്ങനെ തരികയാണെങ്കിൽ ഇതിന്റെ മുകളിലായിരിക്കണം മാർക്കറ്റ് നിൽക്കേണ്ടത്, അതായത് എൻട്രി എടുക്കേണ്ടത്. മുകളിൽ പോയതിനു ശേഷം മുകളിൽ നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഇതുപോലെ നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, അതുപോലെ ഇതുപോലെ നല്ലൊരു ബൈ ക്യാൻഡിൽ തരികയാണെങ്കിൽ അവിടെ നിന്നിട്ട് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ ഏരിയയിലേക്ക്, ഒന്നല്ലെങ്കിൽ ഇംബാലൻസിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നും ഒരു എൻട്രി എടുക്കാം. എടുക്കുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ എന്തായാലും വേണം. അപ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. കാരണം ഗോൾഡിന് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ ഓൾ ടൈം ഹൈ ആണ് ഈ മുകളിൽ കിടക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരുപക്ഷെ നല്ലൊരു ക്യാൻഡിൽ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു ക്യാൻഡിൽ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഓടിക്കയറി ചാടി എടുക്കാതിരിക്കുക. കാരണം അത് ഇവിടെ സെല്ലേഴ്സിന്റെ ഒരു പക്ഷേ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ മാത്രമായിരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രഷറിൽ പെട്ടുപോകരുത്. വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരിക്കില്ല, ഒരു ട്രാപ്പ് പോലെ ആയിരിക്കാം. അങ്ങനെ മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2800 ആയിരിക്കാം. നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിനും കുറച്ച് മുകളിലോട്ടൊക്കെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ 2800 പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക്, സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും ഒന്ന് റീടെസ്റ്റ് നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരു ബൈ എൻട്രി കാണാം. അപ്പോൾ ബൈ എൻട്രിയെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ പറയുന്നത്. സെൽ എൻട്രിയെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി ഒരു സെൽ എൻട്രി സാധ്യത നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. നോക്കിയാൽ കാണാം, ട്രെൻഡ് ലൈനെ കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു കൺഫർമേഷൻ പ്രകാരം, നേരത്തെ 1 അവറിന്റെ കൺഫർമേഷൻ പറഞ്ഞ പ്രകാരം
ഇവിടെ നിന്ന് ഒരുപക്ഷെ സെല്ല് വന്നാൽ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വീണ്ടും ഒരു ക്യാൻഡിൽ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ തൊട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഇംബാലൻസിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് 1 അവറിന്റെ. അപ്പോൾ ഇവിടേക്ക് ഒരു പക്ഷേ എത്താം. അതൊരു പക്ഷേ എന്ന് പറയുന്നത് ഉറപ്പുള്ള കാര്യമല്ല. കാരണം പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് തീർത്തും ബൈ സൈഡ് ആണ്, അല്ലെങ്കിൽ അപ് ട്രെൻഡ് ആണ്. ഒരുപക്ഷെ ഈ ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വലിയ ഹൈകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് പതുക്കെ ഒരു ബിൽഡ് ചെയ്ത് വീണ്ടും വന്ന് ഈ 2800 കഴിഞ്ഞ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു സെൽ എൻട്രിയും കൂടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. സെൽ എൻട്രി ഇങ്ങനൊരു സിനാരിയോയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് നല്ലൊരു ക്യാൻഡിലും വീണ്ടും മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ, അതായത് റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിലോ കയറി പോവുകയാണെങ്കിൽ ഈ ട്രെൻഡിന്റെ മുകളിൽ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അതും ശ്രദ്ധിക്കുക. അപ്പൊ 3 സിനാരിയോയിൽ എൻട്രി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എൻട്രി എടുക്കുന്ന ആളുകൾ കൃത്യമായും അതിനെക്കുറിച്ചിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.